ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ വീണ്ടും കമ്പനി ബോർഡിനും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും പറ്റുന്ന ക്ലാസ്സുകളുമായിട്ടാണ് വരുന്നത്. ഇന്നൊരു കെമിസ്ട്രി ക്ലാസ്സസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയ ചെറിയ ക്ലാസ്സസ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ് എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഉൾപ്പെടുത്താൻ പറ്റും എന്നതുകൊണ്ടാണ് നീട്ടി വലിച്ച് ക്ലാസ് തരാതിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ബോയിലാണ്. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിൽ തന്നെയാണ്. അപ്പോൾ രസതന്ത്രത്തിൻ്റെ പിതാവും മൂലകം എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചതും ആരാണ്? റോബർട്ട് ബോയിൽ തന്നെയാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലാവോസിയർ ആണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയതും ലാവോസിയർ ആണ്. അപ്പോൾ ലാവോസിയർ ആണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയതും. ഏതിൽ? രസതന്ത്രത്തിൽ. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്ന എന്താണ്? ആൽക്കമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആൽക്കമി എന്ന പേര് നൽകിയത് അറബികളാണ്. ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ 3 പേരാണ് നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചത്: റോബർട്ട് ബോയിൽ, ലാവോസിയർ, ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയർ, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. ആൻ്റോണിയോ ലാവോസിയർ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആൻ്റോണിയോ ലാവോസിയർ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനെ ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് ലാവോസിയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ. രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞു. രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയർ ആണ് എന്ന്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ മരണപ്പെട്ടതും കൊല്ലപ്പെട്ടതും ഓർത്തു വയ്ക്കുക. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കണ്ടെത്തിയതും ലാവോസിയർ തന്നെയാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തി. ലാവോസിയർ പേര് നൽകിയ മൂലകങ്ങളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചതും ഓക്സിജൻ കണ്ടുപിടിച്ചതും പഠിക്കുമ്പോൾ അതിൻ്റെ താഴെ തന്നെ അടുത്ത ചോദ്യം വരും: ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആരാണെന്ന്, അല്ലേ? അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയുമാണ്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ച് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഹെൻറി കാവൻഡിഷ്, പേര് നൽകിയത് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ലാവോസിയർ. അതുപോലെ ഓക്സിജൻ കണ്ടുപിടിച്ച് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ജോസഫ് പ്രീസ്ലി, പേര് നൽകിയത് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അതും ലാവോസിയർ തന്നെയാണ്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ലാവോസിയർ തന്നെയാണ്. സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് തുടങ്ങിയ ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. ഏതിലൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതാണ് ആൻ്റോണിയോ ലാവോസിയറെ കുറിച്ചുള്ളത്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തരംതിരിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടു. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കണ്ടെത്തി. കൂടാതെ ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകി. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുമെന്ന് കണ്ടെത്തി. കൂടാതെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഇദ്ദേഹം തന്നെയാണ്. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യ മരുന്ന് കമ്പനിയായ ബംഗാൾ ഫാർമസ്യൂട്ടിക്കലിൻ്റെ സ്ഥാപകനാണ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു ബംഗാളി ശാസ്ത്രജ്ഞൻ്റെ ജീവിതവും അനുഭവങ്ങളും. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്നിവ. ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി. ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ
ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന വാക്കുണ്ടായത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പോൾ ഏത് പദത്തിൽ നിന്നാണ് ചോദിക്കും? അപ്പോൾ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ആറ്റം എന്ന പദമുണ്ടായത്. ആറ്റം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നതാണ് ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്വാൾഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിൽ പറയുന്നത് മുഴുവൻ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ മാത്രമാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ഓസ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണ് പറഞ്ഞാൽ ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്വാൾഡും ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടനുമാണ്. ആറ്റത്തെക്കുറിച്ച് പഠിക്കാനായി ജോൺ ഡാൾട്ടൺ 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുകയുണ്ടായി. ഓരോ മൂലക ആറ്റത്തിലും നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ് ആറ്റോമിക സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആറ്റോമിക സിദ്ധാന്തം? ഓരോ മൂലക ആറ്റത്തിലും നിശ്ചിത മാസ് ഉണ്ടെന്ന് പറയുന്നതാണ് ആറ്റോമിക സിദ്ധാന്തം. ആ ആറ്റോമിക സിദ്ധാന്തം 1807 ആരാവിഷ്കരിച്ചു? ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ചു. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ഓസ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഓരോ മൂലക ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ് 1807 ആറ്റോമിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റം മാതൃക ആദ്യമായി ആവിഷ്കരിച്ചത് ആരാണ് ചോദിച്ചാൽ അത് നീൽസ് ബോർ ആണ്. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയെയാണ്. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ക്വാണ്ടം തിയറിയെയാണ്. പ്രപഞ്ചം ഉണ്ടായത് അതിസൂക്ഷ്മ കണികകളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാരാണ് ലൂസിപ്പസ്, ഡെമോക്രിറ്റസ് എന്ന് പറയുന്നത്. പ്രപഞ്ചമുണ്ടായത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാരാണ് ലൂസിപ്പസ്, ഡെമോക്രിറ്റസ് എന്ന് പറയുന്നത്. പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണ് എന്ന് വാദിച്ച തത്വചിന്തകന്മാരാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ചതാരാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ് എന്ന് പറയുന്ന. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ലുക്രീഷ്യസ് ആണ്. പദാർത്ഥങ്ങൾ പിന്നെ നമ്മൾ ഇന്ത്യയിൽ പറയണമെന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി എന്ന് പറയുന്നത്. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് കണാദൻ എന്ന് പറയുന്നത്. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ്. കണാദമുനിയെക്കുറിച്ച് പറയുമ്പോൾ പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞതാരാണ്? കണാദമുനിയാണ്. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദനാണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് കണാദൻ. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കുറേ പേരുകൾ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ, എപ്പോൾ, എങ്ങനെയെന്നൊക്കെ പേര് വെച്ച് ചോദിച്ചാൽ തെറ്റിക്കാതിരിക്കാനാണ് വീണ്ടും ഞാൻ പേര് പറയുന്നത്. നമുക്ക് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ആരെ കണ്ടുപിടിച്ചത് എന്ന് നോക്കാം. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. നമ്മൾ പറഞ്ഞു അല്ലേ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി പറയുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നുള്ളൂ. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈ പേരുകൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കത് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. പൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചേംബർലൈൻ, സെഗ്രെ-ഇൻ എന്നിവരാണ്. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ.
ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചേംബർലൈൻ സെഗ്രെയിൻ. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക് എന്നിവരാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക, ന്യൂക്ലിയർ മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ വാട്ടർമെലൻ മാതൃക, റൈസിംഗ് പുഡിംഗ് മാതൃക എന്നിവ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക് മാതൃക കണ്ടുപിടിച്ചത് ഇർവിൻ ഷ്രോഡിംഗർ ആണ്. ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹൈസൻബർഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ സ്പീഡിൽ നോക്കാം. ആദ്യം നമ്മൾ രസതന്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ് എന്ന് പറഞ്ഞു. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയർ ആണെന്ന് പറഞ്ഞു. ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ ആണെന്ന് പറഞ്ഞു. ലാവോസിയറെ കുറിച്ച് പറഞ്ഞപ്പോൾ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നും ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞനെന്നും ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനെന്നും രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തിയെന്നും കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് കണ്ടെത്തിയെന്നും ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയത് ഇദ്ദേഹമാണെന്നും അതുകൂടാതെ എന്താണ് ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയ കൂടാതെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയെല്ലാം ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഇദ്ദേഹമാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേയെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറഞ്ഞു? ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആണ് എന്ന് പറഞ്ഞു. എന്താണ് ആറ്റം പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ആ പദം ഉത്ഭവിച്ചത് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ പദം നിർദ്ദേശിച്ചത് ആരാണ്? ഈ പേര് നിർദ്ദേശിച്ചത് ഓസ്വാൾഡ് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹം 1807 ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഓരോ മൂലക ആറ്റത്തിലും നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ് ആറ്റോമിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയാണ്. പ്രപഞ്ചമുണ്ടായത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകനാണ് ലൂസിഫസ് ഡെമോക്രിറ്റസ് എന്ന് പറയുന്നത്. പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകനാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി. ആറ്റത്തിന് അണു എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് കണാദൻ. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചതും ഇദ്ദേഹമാണ്. പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ് എന്ന് പറയുന്നത്. മാറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പൊസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചേംബർലൈൻ സെഗ്രെയിൻ. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക എന്നിവയെല്ലാം കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർമെലൻ മാതൃക, റൈസിംഗ് പുഡിംഗ് മാതൃക എന്നിവ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? ഇർവിൻ ഷ്രോഡിംഗർ. ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹൈസൻബർഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ബാക്കി ക്ലാസ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.